വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓൺലൈൻ കോഴ്സിന്റെ പേരിൽ നടന്ന വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമാ സീരിയൽ താരമായിട്ടുള്ള ഗായത്രി അരുൺ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തെ കുറിച്ച് അറിയാൻ ഇടവരുന്നത്. നമുക്ക് എന്തായാലും ഗായത്രി ചെയ്ത വീഡിയോ ഒന്ന് കണ്ടോ. വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 3 കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു. മറ്റു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്റെ പ്രൊഫൈൽ, എന്റെ ഫോട്ടോ ആണ് എന്റെ അനുവാദമില്ലാതെ ഇവർ ബിസിനസിന്റെ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ബിസിനസ് വാട്സപ്പിലൊക്കെ ഇവർ എന്റെ പിക്ചറാണ് പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒപ്പം എന്റെ കൂടെ അന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറിന് ഞാൻ ഇത് എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും നടപടികൾ എടുത്തുകൊള്ളാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഇനോഗ്രേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും PR ഏജൻസി വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിന് എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാനും ഇതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവും എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഇവരുടെ ആരുമായിട്ടും എനിക്ക് യാതൊരു തരത്തിലും ബന്ധം ഇല്ല. എനിക്ക് ഇവരെ പേഴ്സണലി അറിയില്ല. ഇവര് എന്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഇനോഗ്രേഷൻ അവരെടുത്ത എന്റെ ഫോട്ടോ അവർ പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കി പല മാതാപിതാക്കളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ച് പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു വിവരവുമില്ല. ഞാൻ ഇവരുടെ പല ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂസ് എന്റെ അടിയിലുണ്ടായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 300-ലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോവുക. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇനി സമയം ഒട്ടും തന്നെ കളയാതെ ലീഗലി തന്നെ മൂവ് ചെയ്യുക. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്റെ സമ്മതമില്ലാതെ ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് എന്റെ ഫേസ് യൂസ് ചെയ്തതിന് ഞാനും ലീഗലി തന്നെ മൂവ് ചെയ്തു. അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളും എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത് ലീഗലി മൂവ് ചെയ്തത് കൊണ്ടാണ്, നിയമ തടസ്സമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും ഇവരുടെ ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഗലി മൂവ് ചെയ്യുക. ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഗായത്രിയാണ് ഈ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അവരാണെങ്കിൽ ശുദ്ധ തട്ടിപ്പുകാരുമാണ്. ഗായത്രിയുടെ ഫോട്ടോകൾ വെച്ചാണ് ഈ തട്ടിപ്പുകാർ അവരുടെ മറ്റു പ്രൊമോഷനുകളെല്ലാം ചെയ്തിരുന്നത്. സോ അങ്ങനെ തട്ടിപ്പിനിരയായിട്ടുള്ള പല കുട്ടികളും ഗായത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പോയതോടെയാണ് ഗായത്രി സംഭവം അറിയുന്നതും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തയ്യാറാവുന്നതും. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ വീഡിയോയിൽ എവിടെയും തട്ടിപ്പ് നടത്തിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഗായത്രി എവിടെയും പറയുന്നില്ല. ലീഗലി കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തതെന്നാണ് ഗായത്രിയുടെ വിശദീകരണം. എന്തോ എനിക്കത് അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഉറക്കെ പറയുക അല്ല ഗായത്രി ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്. എന്നാലേ എല്ലാവരും ഈ തട്ടിപ്പുകാരെ കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ. കൂടുതൽ കുട്ടികൾ ഇവരുടെ ചതിക്കുകളിൽ പോയി വീഴാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരും കൂടി ഗായത്രിക്ക് പറയാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ പേടിക്കേണ്ട, ഗായത്രി പറഞ്ഞില്ലെങ്കിലും ഈ തട്ടിപ്പുകാരുടെ പേരുകൾ ഇവിടെ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ വേറെ ആൾക്കാരുണ്ട്. എസ് അഭിജിത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അറിയാറ് ഇതുപോലുള്ള സ്കാമുകളെയും ഉടായ്പകളെയും ഒക്കെ തന്റെ വീഡിയോയിലൂടെ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഈ പറയുന്ന എസ് അഭിജിത്ത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അത്യാവശ്യം ശത്രുക്കളൊക്കെ ഉണ്ട്. അഭിജിത്തിന്റെ മെയിൻ അക്കൗണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹാക്ക് ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളിപ്പോ പുതിയ അക്കൗണ്ട് ഒക്കെ തുടങ്ങി വീണ്ടും പഴയ പോലെ സജീവമായ വീഡിയോകൾ ഇടുന്നുണ്ട്. ഗായത്രിക്ക് പേര് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ തട്ടിപ്പുകാരുടെ പേരടക്കം എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കാം. കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു. ഗായത്രി അരുൺ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ നിങ്ങളിൽ പലരും ഓൾറെഡി കണ്ടു കാണും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ വീഡിയോയുടെ താഴെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഗായത്രി അരുൺ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ലീഗൽ റീസൺസ് കാരണം. പക്ഷേ എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ പറയാം ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അവർ എന്താണ് ചെയ്തതെന്നും. ഈ തട്ടിപ്പ് നടത്തിയത് പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്.
ഓക്കെ, പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ തട്ടിപ്പുകാരുടെ സ്ഥാപനത്തിന്റെ പേര്. എല്ലാവരും ഈ പേരൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ, കാരണം ഇനിയും ആരും ഇവരുടെ തട്ടിപ്പിൽ പോയി ചാടരുതല്ലോ. പ്രൈമിനെ പോലെ തന്നെ ഓൺലൈൻ കോഴ്സിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഇവിടെ വേറെയുമുണ്ട്. സോ ഈ ഓൺലൈൻ കോഴ്സുകളിലൊക്കെ പോയി ചേരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. എന്തായാലും പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് ഗായത്രി സംസാരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അഭിജിത്തും ഈ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്ത വീഡിയോ ഗായത്രിക്കുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് അഭിജിത്ത് വീണ്ടും ചെയ്തു എന്നേ ഉള്ളൂ. ആക്ച്വലി ഈ തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അഭിജിത്ത് തന്നെയാണ്. ആദ്യമായി തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചതും അഭിജിത്ത് തന്നെയാണ്. പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തട്ടിപ്പിനിരയായി പൈസ നഷ്ടപ്പെട്ട ചില കുട്ടികൾ അഭിജിത്തിനെ സമീപിക്കുകയും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് പബ്ലിക്കിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് 3 ആഴ്ച മുമ്പ് ഈ വിഷയത്തിൽ അഭിജിത്ത് ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ചേട്ടാ, പിന്നെ ഞാൻ കുറേ വട്ടം ചേട്ടൻ്റെ DM മെസ്സേജ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെപ്പറ്റി ആരെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട്. ഇപ്പം ചേട്ടൻ്റെ അടുത്താകുമ്പോൾ അത് പുറം ലോകം അറിയുമല്ലോ. എന്താണ് സംഭവം എന്നറിയാൻ നിങ്ങൾ ആദ്യം ഇത് കാണണം. ഇത് ആഷിക അശോകൻ പ്രൈം സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ചെയ്ത പരസ്യമാണ്. ഈ പ്രൈം സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നത് ഓൺലൈൻ ഡിഗ്രികളാണ്. അതിലൊരെണ്ണമായിരുന്നു MSc സൈക്കോളജി ഡിഗ്രി. കേരളത്തിലെ ഒരുപാട് സ്റ്റുഡൻസ് ഇവരുടെ പരസ്യങ്ങൾ കണ്ട് ഈ MSc സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആഡ് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങി. ഇത് അഖിൽ പ്രൈമിൽ MSc സൈക്കോളജിക്ക് ജോയിൻ ചെയ്ത ഒരാളായിരുന്നു. പിന്നെ ഒക്കെ പേയ്മെന്റ് ചെയ്തേക്കുന്നത് ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമിനേക്കുള്ളിലാണ് എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തേക്കുന്നത്. ഒരു 10 രൂപ അടുത്ത് എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കോഴ്സിന്റെ ഫീ ആയിട്ട് വാങ്ങിച്ചേക്കെന്ന് വെച്ചാൽ ചിലവരുടെ 40 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ചിലവരുടെ 39 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഒക്ടോബർ 15 വരെ മാക്സിമം അഡ്മിഷൻ എടുത്ത് കൂട്ടി. സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് പലരും പ്രൈം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൈസ കൊടുക്കുന്നത് MSc സൈക്കോളജി കോഴ്സിന്. അതായത് ഒരുപാട് ആൾക്കാർ ഈ പ്രൈമിന്റെ പരസ്യം കണ്ടിട്ട് MSc സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ കോഴ്സ് ആണ് എന്നാണ് അവർ പരസ്യം ചെയ്തത്. ഈ കാണുന്നത് അവർ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത ബ്രോഷറുകളാണ്. ഒക്ടോബർ 2025 വരെ ഇവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കോഴ്സിന്. ഇത് പ്രൈമിന്റെ സ്റ്റാഫായ ആതിര ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് പേയ്മെന്റ് ചോദിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടാണ്. ഡേറ്റ് നോക്കൂ, സെപ്റ്റംബർ 25, 2025 ആണ്. സെപ്റ്റംബർ 30 പ്രൈമിന് ആ സ്റ്റുഡന്റ് കോഴ്സിന്റെ ആദ്യ ഗഡു അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഓൺലൈനായിട്ട് MSc സൈക്കോളജി ഡിഗ്രികൾ ഓഫർ ചെയ്യുന്നതിൽ വിലക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾ. പ്രൈം എല്ലാവരുടെയും അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞത്. ഒക്ടോബർക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും പൈസ കൊടുത്തതിന് ശേഷമാണ് ഇത് പറഞ്ഞത് കേട്ടോ. അതിനുശേഷം ഒക്ടോബർ 15 ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ UGC കോഴ്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. UGC പറഞ്ഞു ഓൺലൈനായിട്ട് MSc സൈക്കോളജി കോഴ്സ് പഠിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ UGC കോഴ്സ് ക്യാൻസൽ ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ UGC ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് ബാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 12, 2025 ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഓർഡർ. അതായത് ഈ പ്രൈം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഓഗസ്റ്റിൽ ബാൻ ചെയ്ത കോഴ്സിന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇവര് പൈസ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലൊരു ബാൻ വന്നിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അറിയാതെ ഇരിക്കാൻ വല്ല സാധ്യതയുണ്ടോ? അതും ഒരു ഓൺലൈൻ കോഴ്സ് MSc സൈക്കോളജി ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്. അപ്പോ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം സ്റ്റുഡൻസ് പോയിട്ട് റീഫണ്ട് ചോദിച്ചപ്പോഴും അപ്പോഴേക്കും പിന്നീട് ഇവരുടെ ഭാഗത്തൊന്നും റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഇവരെ വിളിച്ചു തുടങ്ങിയത്. അപ്പൊ പല നമ്പറുകളും സ്വിച്ച് ഓഫ് ആയി തുടങ്ങി. കോൺടാക്ട് നമ്പർ മൊത്തം സ്വിച്ച് ഓഫ്, എല്ലാം നോൺ റീച്ചബിൾ, സ്വിച്ച് ഓഫ്. 100 കണക്കിന് സ്റ്റുഡൻസിന്റെ പൈസയാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. പലരും ഈ പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൈസ കൊടുത്തവരുടെ ബജാജ് ഫിൻസർവിന്റെ EMI വെച്ചിട്ടാണ്. ഇല്ലാത്ത കോഴ്സിന് സ്റ്റുഡൻസ് ഇപ്പൊ എല്ലാ മാസവും EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ? ഈ MSc സൈക്കോളജി പോലുള്ള കോഴ്സുകൾ ഓൺലൈനായിട്ടും ഡിസ്റ്റന്റ് ആയും പഠിപ്പിക്കുന്നത് ബാൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ UGC സർക്കുലർ ഇറക്കിയതാണ്. എന്നിട്ടും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇവർ ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുകയും കുട്ടികളിൽ നിന്നും പണം വാങ്ങുകയും ചെയ്തു. എത്രത്തോളം പ്ലാൻഡ് ആയിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്ക് ലോണും ഗോൾഡ് ലോണും ഒക്കെ എടുത്താണ് പല കുട്ടികളും കോഴ്സ് ഫീ അടിച്ചിരിക്കുന്നത്. ഈ ബജാജ് ഫിൻകോർപ്പിൽ നിന്ന് ലോൺ എടുത്ത് EMI തിരിച്ചെടുക്കുന്ന കുട്ടികളും ഉണ്ട് എന്നും അഭിജിത്ത് പറയുന്നു. ഈ ബജാജുകാരുടെ ഒക്കെ പലിശ എത്രയാണെന്ന് അറിയോ? പലിശ അടിച്ച് മുടിഞ്ഞു പോകും നമ്മൾ. അപ്പൊ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വന്ന കുട്ടികളെയാണ് ഈ തട്ടിപ്പ് സംഘം പറ്റിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന മെയിൻ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഗായത്രി അരുണിനെ പോലുള്ള ജനങ്ങളെ വിശ്വാസമുള്ള ആളുകളെ വെച്ച് ഇവർ ഉദ്ഘാടനം നടത്തിക്കുകയോ പ്രൊമോട്ട് ചെയ്യിക്കുകയോ ചെയ്യും. അത് കാണുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇത് വിശ്വസിക്കാവുന്ന സ്ഥാപനമാണെന്ന്. പക്ഷെ ഉള്ളിൽ നടക്കുന്നത് വേറെ കാര്യങ്ങളായിരിക്കും. ലക്ഷങ്ങൾ ഫീസ് വാങ്ങിയിട്ട് ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് പോലും കൊടുക്കില്ല. സർട്ടിഫിക്കറ്റിന്റെ കാര്യം വരുമ്പോഴോ ഇവർ പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവസാനം പൈസയും പോയി, ഒരു വർഷം വെറുതെയും പോയി എന്ന അവസ്ഥയിലാവും കുട്ടികൾ. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം സംഭവമായി മാറുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആവിയേഷൻ കോഴ്സുകളുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഒക്കെ പേരിൽ ലക്ഷങ്ങൾ തട്ടുന്നത്. 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ഇവർ പരസ്യം കൊടുക്കും. പക്ഷെ ആ കോഴ്സ് കഴിഞ്ഞാൽ ഇവർ തന്നെ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെറിയൊരു ട്രെയിനിങ് കൊടുക്കും. അതോടെ ഇവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. എന്നാലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അശികയും അഭിജിത്തും തമ്മിൽ ഈ വിഷയത്തിൽ ചെറിയൊരു ഉടുക്ക് നടക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി അശിക ചെയ്ത ഒരു പരസ്യം അഭിജിത്ത് തന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അശികക്ക് ഒട്ടും പിടിച്ചില്ല. ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അഭിജിത്തിനെതിരെ താൻ ഡിഫമേഷന് കേസ് കൊടുക്കാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അശിക അഭിജിത്തിന്റെ വീഡിയോക്ക് താഴെ ഒരു കമന്റ്
കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. I have taken this video into notice. I would like to let you know that the video has been shot years before and it's been posted 2022 September to be specific. Everyone can check the date of posting. I have been said that the video will be used for 6 months further. I don't have any exclusive agreement or commissioned partnership or any other personal gains association with the institution. I had been paid for the video that has been shot that day, and during the information timeline of the video usage there hasn't been any issue reported. Many students have been passed on the go. My video has been used now and this is without my awareness. Intentionally nothing has been done from my part, and I am also looking upon taking action against the institution and for the video here that has been posted defaming me. Sorry for the confusing caused. Thank you. Okay, 3 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു പരസ്യ വീഡിയോ ആണിതെന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി നിലവിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് അശിക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ തട്ടിപ്പ് നടന്നത് കാരണം പണ്ടെങ്ങാനും താൻ ചെയ്ത വീഡിയോ പൊക്കിക്കൊണ്ട് വന്നത് ശരിയായില്ല എന്നൊക്കെയാണ് അശിക പറയുന്നത്. പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെയും അഭിജിത്തിനെതിരെയും താൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അശിക കമന്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും അശികയുടെ ഈ കമന്റിന് അഭിജിത്ത് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കണ്ടോ. Glad that you had commented here. Sure, this is a video for some time back, but that doesn't excuse for you the liability of scam like this. Anyway, I am sure you are aware of that fact that many people have trusted the word of you on this video while joining this institution. Your video is still pinned in the profile of the institution. Also talked about one single video here. I didn't see you mention the 4 promotions and video you posted for Prime Institution. Please tell us about that. Sure, please make sure for defamation. I hope you had take legal and ethical way to take action against me rather than paying someone to take down this account. That has happened before and I hope you don't go that way. ഓക്കെ, അപ്പൊ അശിക ചെയ്തത് പഴയ വീഡിയോ ആണെങ്കിലും ഇപ്പൊ നടന്ന ഈ തട്ടിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അശികക്ക് പൂർണ്ണമായി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അശിക പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ചെയ്ത ആ വീഡിയോ ഇപ്പോഴും പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രൊഫൈലിൽ പിൻ ചെയ്ത് കിടപ്പുണ്ട്. സോ അശിക ചെയ്ത ആ വീഡിയോ ആണ് ഇൻഫ്ലുവൻസ് ആയി പലരും ഈ തട്ടിപ്പിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശികക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് അഭിജിത്ത് പറയുന്നത്. ഈ ഒരു വീഡിയോ മാത്രമല്ല വേറെ 3-4 വീഡിയോകൾ അശിക തട്ടിപ്പുകാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നും അതൊന്നും വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്നും അഭിജിത്ത് വാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ഗായത്രി ആയാലും അശിക ആയാലും അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഇവരുടെ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അശികയുടെയും ഗായത്രിയുടെയും ഫേസ് കണ്ട് വിശ്വസിച്ച് ഈ കോഴ്സിൽ ചേർന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമല്ലോ. സോ ഇനി അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ട നിയമസഹായങ്ങളും മറ്റും ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ അശികയ്ക്കും ഗായത്രിക്കും ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ കുറിച്ച് എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇതുപോലുള്ള കോഴ്സുകൾക്കൊക്കെ ചേരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി അന്വേഷിക്കുക. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.